ഉള്ളത് പറയുമ്പോൾ ചാനലുകളോട് കയർക്കുന്നതും അതുപോലെ തന്നെ വാർത്തകൾ വളച്ചൊടിക്കുന്ന ചാനലുകൾ ഇവിടെ ഭീഷണിയാകുന്നതുമൊക്കെ ഇപ്പോൾ രാജ്യത്ത് കണ്ടുവരികയാണ്. രണ്ടും അപകടം തന്നെയാണ്. നിഷ്പക്ഷവും നീതിയുക്തവുമായ വാർത്തകൾ ധൈര്യസമേതം അവതരിപ്പിക്കാനും ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാനും കഴിയുക എന്നുള്ളതാണ് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. എന്നാൽ മാധ്യമങ്ങൾക്കെതിരെയുള്ള എല്ലാ നടപടികളെയും തെറ്റ് എന്ന് പറയാൻ കഴിയുകയുമില്ല. മാധ്യമ പ്രവർത്തകരുടെ പ്രതിഷേധം ഉയരും എന്നുള്ളതുകൊണ്ട് അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ വിമർശിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്ന ചാനലിന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നല്ല പണി കൊടുത്തിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ പുതിയ തലമുറ എന്ന ചാനലിനെതിരെ തമിഴ്നാട് സർക്കാർ നടപടിയെടുക്കുകയും ചാനലിനെ സർക്കാർ കേബിൾ നെറ്റ്വർക്കിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. സർക്കാരിനെ വിമർശിക്കുന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ നോട്ടീസ് നൽകാതെ തന്നെയാണ് വിജയ് ആ ചാനലിനെ നീക്കിയത്. പ്രതിഷേധത്തിനിടയാക്കിയെങ്കിലും ശക്തമായ നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. തമിഴ്നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ, അതുപോലെ നീലാങ്കരയിലെ വീട്ടിൽ നിന്നുള്ള വിജയുടെ യാത്ര കാരണം ജനങ്ങൾക്കും പോലീസിനുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ വളച്ചൊടിച്ചു റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദില്ലി സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി വിജയ് മാധ്യമങ്ങളെ ഒഴിവാക്കിയത് ഈ ചാനൽ വിമർശിച്ചതും പ്രകോപനത്തിന് മറ്റൊരു കാരണമായി. സാധാരണ ദില്ലിയിൽ മുഖ്യമന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു പതിവ്. എന്നാൽ മാധ്യമങ്ങളെ കാണാതെയാണ് വിജയ് മടങ്ങിയത് എന്നാണ് ഈ ചാനലിൻ്റെ പ്രധാന പ്രതിഷേധമായി അവർ അവതരിപ്പിച്ചത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വാർത്ത നൽകി എന്നാണ് പറയുന്നത്. സ്റ്റാലിൻ സർക്കാരിനെ വിമർശിച്ചപ്പോഴും ഈ ചാനലിനെതിരെ നടപടി ഉണ്ടായിരുന്നു. സർക്കാർ നടപടിക്ക് പിന്നാലെ സ്വാഭാവികമായും രൂക്ഷ വിമർശനവുമായി ചെന്നൈ പ്രസ് ക്ലബ്ബും രംഗത്ത് വന്നിട്ടുണ്ട്. പുതിയ തലമുറ ഈ ചാനലിനെതിരെയുള്ള നടപടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്നും ചാനൽ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധം ഉണ്ടാകുമെന്നും പ്രസ് ക്ലബ്ബ് മുന്നറിയിപ്പ് നൽകുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതവരുടെ പണി. ഏതായാലും ഒരു ജനകീയ സർക്കാരാണ് തമിഴ്നാട്ടിൽ നിലവിൽ വന്നത് എന്നും രൂപം കൊണ്ട് വെറും 2 വർഷം പ്രായമായിട്ടുള്ള ഒരു പാർട്ടി ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെ തമിഴ്നാട് പോലെയുള്ള വലിയൊരു സംസ്ഥാനത്ത് അധികാരം പിടിക്കുക എന്നുള്ളത് ചെറിയ സംഭവമല്ല. അങ്ങനെയുള്ളവർക്ക് പിന്തുണ നൽകാതെ എതിർകക്ഷികളുടെ ചട്ടുകമായി പ്രവർത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് വിജയ് ഈ ചാനൽ പൂട്ടിച്ചതോടുകൂടി നൽകുന്നത്. നമുക്കറിയാം, വിജയുടെ എതിരാളികൾ ചില്ലറക്കാരല്ല. ഒന്ന് DMK, കരുണാനിധിയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ സ്റ്റാലിൻ്റെയും ഒക്കെ പിൻബലത്തിൽ ഈ ചാനലുകൾ ചിലപ്പോൾ പ്രവർത്തിച്ചിരിക്കാം. അതുപോലെ അണ്ണാ DMKയ്ക്കും വലിയ സ്വാധീനമാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. അങ്ങനെ ഏതെങ്കിലും ആളുകളുടെ പ്രേരണക്കനുസരിച്ചാണ് ചാനലുകളുടെ നീക്കമെങ്കിൽ പൂട്ടിക്കുക തന്നെ ചെയ്യുമെന്നാണ് വിജയ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മാധ്യമങ്ങളുടെ ജോലി എന്ന് പറയുന്നത് വിമർശിക്കുകയും ഒപ്പം തന്നെ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ നൽകുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതിനു പകരം മറ്റ് ബാഹ്യശക്തികൾക്ക് അടിമപ്പെട്ട് കുഴലൂത്ത് നടത്തുന്ന മാധ്യമങ്ങൾ സമൂഹത്തിന് ആപത്ത് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ കഥ നമുക്കറിയാം. എല്ലാ മാധ്യമങ്ങളും പറ്റുന്ന രീതിയിൽ നിഷ്പക്ഷരാകാൻ നോക്കുമ്പോൾ റിപ്പോർട്ടർ TVയെ പോലെയുള്ള ചാനലുകൾ കോൺഗ്രസിനെയും UDFനെയും അധിക്ഷേപിക്കാനും കള്ളവാർത്തകൾ നൽകി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുമെല്ലാം സമയം കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ 40ഓളം വ്യാജവാർത്തകളും കള്ളപ്രചരണങ്ങളും റിപ്പോർട്ടർ TV നടത്തിയെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ വ്യക്തമാക്കിയത് നമുക്ക് ഓർമ്മയുണ്ട്. മരമുറി കേസിൽ പ്രതിയായ ഒരു കുറ്റവാളി, അതുപോലെ ഫോൺ തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരു ക്രിമിനൽ, ഇത്തരത്തിൽ അവരുടെ ലാഭത്തിനു വേണ്ടി ചാനലിന് വേണ്ടി പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഏതായാലും നടൻ വിജയുടെ മുഖ്യമന്ത്രി എന്നുള്ള ഇപ്പോഴത്തെ ലൈനിൽ അദ്ദേഹം ശക്തനാവുകയാണ്.